നമ്മൾ ഒരുപാട് ദിവസങ്ങൾ കൂടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്റ്റോൺ പെൻഡൻറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് മാലകളുടെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രൂപക്കല നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ പേജിൻ്റെ പേര് മറക്കണ്ട, രൂപക്കല ക്രിയേഷൻസ് ബൈ പ്രീതാമേരി എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. ഇവിടുത്തിരിക്കുന്ന സാരിയെ പറ്റി ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഇത് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് കോയൽ കോട്ടൺ സാരിയിൽ ഞാൻ തന്നെ എംബ്രോയിഡറി ചെയ്ത ഒരു സാരിയാണ്. ചെയിൻ സ്റ്റിച്ചും ബീഡ്സും ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ആദ്യം നമ്മൾ കാണിക്കുന്നത് ഒരു സ്റ്റോൺ പെൻഡൻറ്റ് കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാലയാണ്. ഇത് എല്ലാ കളക്ഷൻസും വലിയ സ്റ്റോൺ പെൻഡൻറ്റുകളുള്ള നാച്ചുറൽ സ്റ്റോൺ പെൻഡൻറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന മാലകളാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ്. ഇടയ്ക്ക് സിൽവർ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. അടുത്തത് പെട്ടെന്ന് കാണാം. അടുത്തത് ബ്രൗൺ ബീഡ്സും ബ്രൗണും വൈറ്റും ഒക്കെ ചേർന്ന് ബ്ലാക്കും ഒക്കെ ചേർന്ന് ബീഡ്സ് കൊണ്ട് സെറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ പെൻഡൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഓവൽ ഷേപ്പിലെ വലിയൊരു പെൻഡൻ്റാണ് ഇതിന് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു പീസാണ്. ഇതിൻ്റെ എല്ലാം ഹുക്സ് വരുന്നത് ഇങ്ങനെയാണ്. എല്ലാ മലകളുടെയും ഹുക്ക് ഈ രീതിയിൽ ചെയ്തിരിക്കുന്ന എല്ലാ മലകളുടെയും ഹുക്ക് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ കളക്ഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പേജിൽ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പീസ് കാണാം. അടുത്തൊരു ഗ്രീൻ പീസാണ്. അതും ഇതുപോലെ തന്നെ ഓവൽ നാച്ചുറൽ സ്റ്റോൺ പെൻഡൻറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാലയാണ്. മുമ്പേ കാണിച്ച മാല പോലെ തന്നെ സിൽവർ ബീഡ്സ് നമ്മളിടയ്ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഉടനെ തന്നെ നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഞാൻ പുതുതായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. ഞാൻ പുതുതായിട്ടൊരു കാര്യം നമ്മൾ രൂപക്കലയിൽ ആഡ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുന്നു പറഞ്ഞല്ലോ. അപ്പം ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇതിനകത്ത് ഡ്രസ് മെറ്റീരിയൽസ് നമുക്ക് ഈ പേജിൽ ആഡ് ചെയ്യാമോ? അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ജ്വല്ലറിയും ചെയ്യാമല്ലോ കൂട്ടത്തിൽ. അപ്പം ഡ്രസ്സിൻ്റെ സൈസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഡ്രസ്സിനെ പറ്റി ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അതിന് പകരം കുറച്ച് കോട്ടൺ സാരീസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ട്. അതായത് നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് അറിയാവുന്ന ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില പ്രത്യേകം വീവിങ് ടെക്നിക്സ് ഉള്ളത്, അല്ലെങ്കിൽ ചില പ്രത്യേക ഡൈയിങ് ടെക്നിക്സ് ഉള്ള ചില സ്ഥലങ്ങളിലെ പ്രത്യേക സാരികളൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള സാരികൾ, കോട്ടൺ സാരീസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ 1-2 സാമ്പിൾ കളക്ഷൻസ് എനിക്കും അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയത് ഞാൻ കാണിക്കാം. ആദ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മധുരൈ സുഗുടി സാരിയുടെ ഒരു ഗോൾഡൻ ചെക്സ് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിൽ എലിഫൻറ്റ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നേവി ബ്ലൂ കളറിലെയാണ് ബോർഡർ വന്നിരിക്കുന്നത്. എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. നിങ്ങൾക്കറിയാം, മധുരൈ സുഗുടി സാരികളെ പറ്റി സംസാരിക്കും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മധുരൈ സുഗുടി സാരികൾ വളരെ ഒരു പഴയ ഒരു ട്രഡീഷണൽ ഡൈയിങ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഡൈ ചെയ്യുന്ന സാരീസാണ്, കോട്ടൺ സാരീസാണ്. ഇത് 100 കൗണ്ട് മധുരൈ സുഗുടി സാരീസാണ്. സുഗുടി സാരീസ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. സാരിയെ പറ്റി നല്ല അറിവുള്ള എല്ലാവർക്കും അറിയാമായിരിക്കാം അത്. പിന്നെ നമ്മളെപ്പോഴും ഫസ്റ്റ് വാഷ് നമ്മൾ ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കളർ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ നമ്മൾ ഈ സാരികൾ ഒരു വളരെ സൂര്യപ്രകാശത്തിൽ മണ്ണിലിട്ട് ഉണക്കിയെടുക്കുന്നതായതുകൊണ്ട് നമ്മൾ സാരീസ് വാങ്ങുമ്പോൾ സാരീസിലെ നമ്മൾ ആ ഡൈയുടെ ഒരു സ്റ്റെയിനും പിന്നെ മണ്ണും പൊടിയും ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അതൊന്നും ഡിഫക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ല. സാരിയുടെ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിൽ നോക്കുവാണെങ്കിലും ഡൈ അവിടെ എവിടെയെങ്കിലും ചെറുതായിട്ട് പടർന്നിരിക്കുന്നതും പിന്നെ നമ്മൾ ഇവിടെ വരുന്ന നമ്മൾ ഈ വീവിങ്സിനകത്ത് തന്നെ ചിലക്ക് നമുക്ക് ആ ഒരു ചെറിയ നൂലുകൾ പൊങ്ങി നിൽക്കുന്നത് പോലെയും അങ്ങനെയൊക്കെ വരും. അത് സാധാരണയായിട്ട് കാണുന്ന കാര്യങ്ങളാണ് സാരീസിൽ. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം നമ്മളൊരു എലിഫൻറ്റ് പ്രിൻറ്റിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബോർഡറുമാണ്. മുന്താണി ഇതുപോലെ, നമ്മുടെ പല്ലു ഇതുപോലെ തന്നെയാണ് വരുന്നതിൻ്റെ. ഒരു സാരിയുടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്കൈ ബ്ലൂ കളറിലെ സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മൾ സുഗുടി സാരിയുടെ തന്നെ വേറൊരു വെറൈറ്റി മയിലും ഒരു പീക്കോക്കുടി ഡിസൈൻ ഒരുമിച്ച് വരുന്ന ഒരു സാരിയാണ്. സ്കൈ ബ്ലൂവും നമ്മുടെ ഒരു ഡാർക്ക് ബ്ലൂ കൂടെ വരുന്ന ഷെയ്ഡാണ്. പീക്കോക്കും എലിഫൻറ്റോട് വരുന്ന ഒരു ഡിസൈൻ ആണിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് ഞാൻ അമ്മയ്ക്കും വൈറ്റ് എനിക്കും എടുത്തതാണ്. ഇതിൽ വരുന്ന നമുക്ക് ഇതിൻ്റെ ഒരു വേറൊരു സ്പെഷ്യൽ ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മറ്റേ നമ്മൾ അടുപ്പിച്ചിട്ടുള്ള ഗോൾഡൻ സെറി ചെക്സ് ആണെങ്കിൽ ഇത് കുറച്ച് വലിയ രീതിയിലുള്ള ചെക്സാണ് വന്നിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് അറിയാം, ഡൈ ഒക്കെ പലയിടത്തും പടർന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ സാരിയിൽ വളരെ നോർമലായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഏത് ടൈപ്പിലുള്ള കോട്ടൺ സാരീസാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള മെറ്റീരിയൽസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പ്രത്യേകമായി അഭിപ്രായങ്ങൾ പറയുക. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള സാരികൾ ഞാനിപ്പോഴും ഹാൻഡ് പിക്ഡായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം സെല് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഡീലറിൽ നിന്ന് ഡയറക്റ്റ് അയക്കുകയല്ല, ഞാൻ തന്നെ അത് വരുത്തിച്ച് നോക്കി ക്വാളിറ്റി
എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമേ ഞാനത് സെല്ലിങ്ങിന് വെക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വഴിയേ പറയാം. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള സാരീസാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സെപ്പറേറ്റ് മെസ്സേജായിട്ട് മെസ്സഞ്ചറിൽ എനിക്ക് അയക്കാം. ഈ കാണിച്ചിട്ടുള്ള സാരീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പം അത് ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അപ്പം ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പം ഇനി കൊണ്ടുവരുന്ന കാര്യങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ആവശ്യമുണ്ട് എല്ലാവർക്കും. അപ്പം നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം എൻ്റെ അടുത്ത്. എങ്ങനത്തെ കളക്ഷൻസാണ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാം. അതിനനുസരിച്ച് കസ്റ്റമൈസ് ആയിട്ടുള്ള ജ്വല്ലറിയും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരിടത്തു നിന്ന് തന്നെ ജ്വല്ലറിയും ഡ്രസ്സും അങ്ങനെയുള്ള കൺസെപ്റ്റിലേക്ക് ഇത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രാർത്ഥനയും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.